എന്നെ നീ കൊന്നാലും കുഴപ്പമില്ല. ഇനി അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ എന്നോട് തോറ്റതിന്റെ വിഷമത്തിൽ നീറി നിനക്ക് ജീവിക്കേണ്ടി വരും. ഗിരി, എടാ അവള് വെറുതെ പറയുന്ന മഞ്ജുവിനെ കാണാനില്ലെന്ന് ഞാൻ പറയുമ്പോഴാ ഇവിടെ അറിയുന്നത് തന്നെ. അവള് വെറുതെ നിന്നെ ടെൻഷനാക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാ. എടാ സഞ്ജു, നോക്കി നിൽക്കാതെ പിന്നെ ഒന്ന് പിടിച്ചു മാറ്റടാ. വാക്കുകൾ അളന്ന് മുറിച്ച് ഉപയോഗിക്കണം. തെറ്റായ വാക്ക് ആയുസ് കുറയ്ക്കും, പ്രത്യേകിച്ചത് മഞ്ജുവിനെ കുറിച്ചാണെങ്കിൽ. നീ എന്താ ഞങ്ങള് മാത്രം സംശയിക്കുന്നത്? മഞ്ജുവിനെ കാണാതായത് മഹിമയെ പിന്തുടരുമ്പോഴല്ലേ? അപ്പൊ അവളെയല്ലേ നീ ആദ്യം സംശയിക്കേണ്ടത്? വെറുതെ ഞങ്ങളുടെ എല്ലാം മെക്കിട്ട് കയറാതെ മഹിമയെ കണ്ടുപിടിച്ച് ചോദിക്കാൻ നോക്ക്. ഇവൻ പറയുന്നതിലും കാര്യമുണ്ട് പോനെ. താൻ വെറുതെ ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ നോക്കണ്ട. മഹിമ ഒരിക്കലും മഞ്ജുവിനെ ദ്രോഹിക്കില്ല. അത് ശരിയായിരിക്കാം, എന്നാലും മഞ്ജുവിനെ അവസാനമായിട്ട് കണ്ടത് മഹിമയായിരിക്കുമല്ലോ. മഞ്ജു എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം തരാൻ അവൾക്ക് സാധിക്കില്ലേ? നീ മുകുന്ദൻ വഴി മഹിമയോടൊന്ന് സംസാരിക്കാൻ നോക്കും. അതൊക്കെ വേണ്ടതുപോലെ ഞാൻ ചെയ്തോളാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, തനിക്കോ തന്റെ മക്കൾക്കോ മഞ്ജുവിനെ കാണാതായതിൽ ഒരു പങ്കുമില്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ പോകുന്നത്. അതിലെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ ഞാൻ ഒരു വരവും കൂടി വരും. അന്ന് ഈ വീട്ടിൽ ഒരു ജീവൻ പോലും ബാക്കിയുണ്ടാവില്ല. ഇത് ഗിരിയുടെ വാക്കാ. അവൻ അല്ലെങ്കിലേ കലി തുള്ളിയെ കയറി വന്നത്. നിനക്ക് അവനെ ഭ്രാന്ത് പിടിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? കുറച്ചു നേരം കൊണ്ട് അവൻ നിന്റെ കഴുത്തിന് പിടിച്ചിരുന്നെങ്കിലേ നിന്റെ കഥ കഴിഞ്ഞാന്. എനിക്കൊരു കുഴപ്പമില്ല. നിന്നെ പോലെ പേടിച്ച് വിറച്ച് മാറി നിൽക്കുന്നതിനേക്കാൾ നല്ലത് അവന്റെ കൈകൊണ്ട് മരിക്കുന്നതാ. സത്യം പറ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മഞ്ജുവിനെ കാണാതെ ഇതിൽ പങ്കുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴേ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തരാം. ഗിരി എത്തിപ്പെടില്ല എന്ന് ഉറപ്പുള്ള ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലേക്ക് പോയി വിളിച്ചോ. എനിക്കൊന്നും അറിയില്ല ഡാഡി. നിനക്കൂടി എന്റെ കയ്യിൽ അവളെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവളെ കൊന്നിട്ട് നടുറോട്ടിൽ കെട്ടി തൂക്കിയാണ്. അപ്പൊ നമ്മളാരുമല്ല. സമാധാനമായി. എന്നാലും മഞ്ജുവിന് എന്ത് സംഭവിച്ചു? അഭിയ മേഡം ചോദ്യം ചെയ്തിരുന്നോ? അവന് മഞ്ജു എവിടെയുണ്ടെന്ന് അറിയാന്ന് എനിക്ക് തോന്നുന്നില്ല. മഞ്ജുവിനെ കാണാതായ സമയത്ത് അവനെ കണ്ട സാക്ഷികളുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല മേഡം. നിങ്ങൾക്കൊന്നും നാണോ ഇല്ലേ? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാളെ കാണാതായിട്ട് ഇത്ര നേരമായിട്ടും നമുക്കൊരു വിവരവും കിട്ടിയിട്ടില്ല. പെട്രോളിംഗ് കൂട്ടാൻ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്കുള്ള എല്ലാ ഇൻഫോമേഴ്സിനെയും വിവരം അറിയിക്കണം. എനിക്ക് എത്രയും പെട്ടെന്ന് മഞ്ജു എവിടെയാണെന്നുള്ള വിവരം കിട്ടണം. യെസ് മാം. മാഡം, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല. എടാ, ഞാനും എന്റെ കൂട്ടുകാർ വഴി അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും തുമ്പിട്ടാണ്ടിരിക്കില്ല. എടാ, നീ ഇങ്ങനെ ധൈര്യം കൈവിടല്ലേ. മഞ്ജുരൊന്നും സംഭവിച്ചു കാണില്ല. എന്താ മാഡം ഇത്? നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ളവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ പറ്റാത്ത നിങ്ങളാണോ ജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്? അങ്ങനെ ഡിപ്പാർട്ട്മെന്റിനെ മാത്രം കുറ്റപ്പെടുത്തണ്ട. എല്ലാത്തിനും കാരണക്കാരി മഹിമയല്ലേ? അവളുടെ പുറകെ പോയതിനു ശേഷമാ മഞ്ജുവിനെ കാണാതായത്. രക്ഷപ്പെടാൻ വേണ്ടി മഹിമ മഞ്ജുവിനെ അപായപ്പെടുത്തിയതല്ലെന്ന് ഉറപ്പുണ്ടോ? വെറുതെ അനാവശ്യം പറയരുത്. മഹിമ ഒരിക്കലും മഞ്ജുവിനെ അപായപ്പെടുത്തില്ല. അങ്ങനെ ഉറപ്പിച്ചു പറയുന്ന വേണ്ട മുകുന്ദ. ഇതിനു മുമ്പ് രക്ഷപ്പെടാൻ വേണ്ടി ഗിരിയെ മഹിമ കുത്തിയതല്ലേ? അത് അവക്ക് അറിയാതെ പറ്റിയൊരു അബദ്ധമാ.
അതുപോലെ തന്നെ മഞ്ജുവിന്റെ കാര്യത്തിലും മഹിമയ്ക്ക് എന്തെങ്കിലും കയ്യബദ്ധം പറ്റിയതാണെങ്കിലോ? ഡാ, താനിങ് വന്നേ. ഗിരി നിന്നേ. ഗിരി, എടാ നിനക്ക് ഐശ്വര്യ മാഡം പറഞ്ഞതുപോലെ സംശയം തോന്നുന്നുണ്ടോ? എനിക്കൊന്നും അറിയില്ലടാ. മഞ്ജുവിനെ മാത്രമല്ല എന്റെ പൊന്നൂനെ കൂടിയെ കാണാതായിരിക്കുന്നത്. എന്റെ അവസ്ഥ എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കിക്കൂടെ? മഞ്ജുവിനെ അവസാനമായിട്ട് കണ്ടത് മഹിമയാ. നിനക്ക് അവളുമായിട്ട് സംസാരിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എടാ, മഞ്ജുവിനെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു വിവരം അവളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അവളോടൊന്ന് പങ്കുവയ്ക്കാൻ പറ. പിന്നെ മഞ്ജുവിനെ മഹിമ എന്തെങ്കിലും തരത്തിൽ അപായപ്പെടുത്തിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവളോട് നന്നായി പ്രാർത്ഥിച്ചോളാൻ പറ. കാരണം ദൈവത്തിന് മാത്രമേ ഇനി അവളെ എന്നിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. എന്താ മുകുന്ദ? എനിക്ക് എത്രയും പെട്ടെന്ന് മഹിമയെ കാണണം. അത് വേണോ മുകുന്ദ? പോലീസുകാരെ മഞ്ജുവിന് വേണ്ടി 4 ദിക്കിലും തെരഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ എന്ത് നീക്കം നടത്തുന്നതിന് മുമ്പും 2 വട്ടം ചിന്തിക്കണം. ഞാനേ നന്നായി ആലോചിച്ചിട്ട് തന്നെയാണ് തീരുമാനമെടുത്തത്. മഞ്ജുവിനെ കാണാതായതിനെ കുറിച്ച് എനിക്ക് മഹിമയോട് സംസാരിക്കാനാ. അത് ഫോണിൽ സംസാരിച്ചാ പോരെ? പോരാ, എനിക്ക് അവളെ നേരിട്ട് കണ്ട് തന്നെ ചോദിക്കണം. അവൾക്ക് ഇതിലൊരു പങ്കുമില്ലെന്ന് എനിക്ക് ഉറപ്പുവരുത്തണം. ശരി, മുകുന്ദൻ സെന്റ് ആന്റണീസ് പള്ളിയുടെ മുമ്പിൽ നിന്നാ മതി. ഞാൻ അവിടെ നിന്ന് പിക്ക് ചെയ്യാം. ശരി. മുകുന്ദ വാ. വാ. വക്കീലേ, മഹിമേ, വക്കീലിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, അതൊക്കെ തന്നെ കൊടുക്കാൻ വേണ്ടി അഭിയും പോലീസുകാരും കൂടി കളിച്ച നാടകമാണ്. അവനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, മഞ്ജു എവിടെയാ? എനിക്കറിയില്ല. വീട്ടിലില്ലേ?